പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കാൻ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ റീഡിംഗ് പ്ലാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇന്ന് ദിവസം 191. ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ 2 രാജാക്കന്മാർ അധ്യായം 25, 2 ദിനവൃത്താന്തം അധ്യായം 36, സുഭാഷിതങ്ങൾ അധ്യായം 9, വാക്യങ്ങൾ 1 മുതൽ 6 വരെ. ഇന്ന് വായിക്കുന്നതോടുകൂടി രാജാക്കന്മാരുടെ പുസ്തകവും ദിനവൃത്താന്ത പുസ്തകവും അവസാനിക്കുകയാണ്. ഇനി പ്രവചന ഗ്രന്ഥങ്ങളിലേക്കുള്ള വായനയിലേക്ക് നമ്മൾ കടക്കും. ഈ പ്രവാസത്തിൻ്റെ കാലത്താണ് നമ്മുടെ വായന പുരോഗമിക്കുന്നത്. പ്രവാസത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നാളെ മുതലുള്ള വായനകൾ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഞാൻ വായിക്കുന്നത് POC പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. നാം വചനം വായിച്ച് തുടങ്ങുകയാണ്. വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 2 രാജാക്കന്മാർ അധ്യായം 25. ജെറുസലേമിൻ്റെ പതനം. സെദക്കിയായുടെ 9-ാം ഭരണവർഷം 10-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ തൻ്റെ സകല സൈന്യങ്ങളോടും കൂടെ ജെറുസലേമിനെതിരെ വന്ന് അതിനു ചുറ്റും പാളയമടിക്കുകയും ഉപരോധമതിൽ നിർമ്മിക്കുകയും ചെയ്തു. സെദക്കിയ രാജാവിൻ്റെ 11-ാം വർഷം വരെ നഗരം ഉപരോധിക്കപ്പെട്ട് കിടന്നു. മാസത്തിൻ്റെ 9-ാം ദിവസം നഗരത്തിൽ ക്ഷാമം വളരെ രൂക്ഷമായി. ദേശത്ത് ജനത്തിന് ഭക്ഷണം ഉണ്ടായിരുന്നില്ല. കൽദായർ പട്ടണം വളഞ്ഞിരിക്കെ നഗരഭിത്തി പിളർക്കപ്പെടുകയും പടയാളികളെല്ലാവരോടുമൊപ്പം അവൻ രാജകീയോദ്യാനത്തിനടുത്ത് ഇരുഭിത്തികൾക്കുമിടയിലുള്ള കവാട വഴിയിലൂടെ രാത്രി അറാബായിലേക്കുള്ള വഴിയെ പോവുകയും ചെയ്തു. എന്നാൽ കൽദായ സൈന്യം രാജാവിനെ അനുധാവനം ചെയ്ത് ജെറീക്കോ സമതലത്തിൽ വെച്ച് അവനെ മറികടന്നു. അപ്പോൾ അവൻ്റെ സൈന്യമെല്ലാം അവനെ വിട്ട് ചിതറിപ്പോയി. അവർ രാജാവിനെ പിടിച്ച് റിബ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവർ അവൻ്റെ മേൽ വിധി പ്രസ്താവിച്ചു. സെദക്കിയായുടെ പുത്രന്മാരെ അവൻ്റെ കൺമുമ്പിൽ വെച്ച് നിഗ്രഹിച്ചു. സെദക്കിയായുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തതിന് ശേഷം അവനെ ചെമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ബാബിലോണിൽ എത്തിച്ചു. ദേവാലയം നശിപ്പിക്കുന്നു. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ഭരണമാരംഭിച്ചതിൻ്റെ 19-ാം വർഷം 5-ാം മാസം മാസത്തിൻ്റെ 7-ാം തീയതി ബാബിലോൺ രാജാവിൻ്റെ ദാസനും അവൻ്റെ അകമ്പടി നായകനുമായ നെബൂസരദാൻ ജെറുസലേമിൽ വന്നു. കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും ജെറുസലേമിലെ വീടുകളും അയാൾ കത്തിച്ചു. വലിയ വീടുകളെല്ലാം അയാൾ അഗ്നിക്കിരയാക്കി. അകമ്പടി നായകൻ്റെ കൂടെയുള്ള കൽദായ സൈന്യം മുഴുവൻ ജെറുസലേമിന് ചുറ്റുമുള്ള കോട്ട തകർത്തു. നഗരത്തിൽ ജനത്തിൽ നിന്ന് അവശേഷിച്ചിരുന്നവരെയും ബാബിലോൺ രാജാവിനോട് കൂറ് പ്രഖ്യാപിച്ചവരെയും ബാക്കിയുള്ള ജനക്കൂട്ടത്തെയും അകമ്പടി നായകനായ നെബൂസരദാൻ വിപ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. ദേശത്തെ ദരിദ്രരിൽ നിന്ന് ചിലരെ ഉഴവുകാരായും മുന്തിരിത്തോട്ടപ്പണിക്കാരായും അകമ്പടി നായകൻ നിയോഗിച്ചു. കർത്താവിൻ്റെ ആലയത്തിലെ പിച്ചള സ്തംഭങ്ങളും പീഠങ്ങളും കർത്താവിൻ്റെ ആലയത്തിലെ പിച്ചള ജലസംഭരണിയും കൽദായർ തകർത്തു. അവയുടെ പിച്ചള അവർ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കലശങ്ങൾ, കോരികകൾ, കത്രികകൾ, തവികൾ എന്നിവയും ദേവാലയ ശുശ്രൂഷയ്ക്ക് അവർ ഉപയോഗിച്ചിരുന്ന എല്ലാ പിച്ചളപാത്രങ്ങളും അവർ എടുത്തു. സ്വർണം തന്നെയോ വെള്ളി തന്നെയോ ആയിരുന്ന നെരിപ്പോടുകളും കോപ്പകളും അകമ്പടി നായകൻ എടുത്തുകൊണ്ടുപോയി. കർത്താവിൻ്റെ ആലയത്തിൽ സോളമൻ നിർമ്മിച്ചിരുന്ന 2 സ്തംഭങ്ങൾ, ഒരു ജലസംഭരണി, പീഠങ്ങൾ തുടങ്ങി എല്ലാ ഉപകരണങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്ന പിച്ചളയുടെ തൂക്കം നിർണയാതീതമായിരുന്നു. ഒരു സ്തംഭത്തിൻ്റെ ഉയരം 18 മുഴമായിരുന്നു. അതിനു മുകളിൽ പിച്ചള കൊണ്ട് നിർമ്മിച്ച മകുടവുമുണ്ടായിരുന്നു. ആ മകുടത്തിൻ്റെ ഉയരം 3 മുഴം. മകുടത്തിനുമേൽ ചുറ്റുമുള്ള വലപ്പണിയും മാതള നാരങ്ങകളുമെല്ലാം പിച്ചള കൊണ്ടുള്ളവയായിരുന്നു. വലപ്പണി അലങ്കാരം ചെയ്ത 2-ാമത്തെ സ്തംഭവും അതുപോലെയായിരുന്നു. ബാബിലോൺ പ്രവാസം. മുഖ്യപുരോഹിതനായ സെറായിയായെയും സഹപുരോഹിതനായ സെഫാനിയായെയും കവാട സൂക്ഷിപ്പുകാരായ 3 പേരെയും അകമ്പടി നായകൻ കൊണ്ടുപോയി. നഗരത്തിൽ നിന്ന് പട്ടാളക്കാരുടെ നായകനും ഷണ്ഡനുമായ ഒരു സേനാപതിയെയും നഗരത്തിൽ അവർ കണ്ടെത്തിയ രാജസഭാംഗങ്ങളിൽ 5 പേരെയും
ദേശത്തെ ജനത്തെ വിളിച്ചുകൂട്ടിയിരുന്ന സൈന്യാധിപന്റെ കാര്യദർശിയെയും ദേശത്തെ ജനത്തിൽ നിന്ന് നഗരത്തിൽ കണ്ടെത്തിയ 60 പേരെയും അവൻ കൊണ്ടുപോയി. അകമ്പടി നായകനായ നെബുസരദാൻ അവരെ റിബ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ പക്കൽ പിടിച്ചുകൊണ്ടു ചെന്നു. ബാബിലോൺ രാജാവ് അവരെ പ്രഹരിക്കുകയും ഹാമാത്ത് ദേശത്തെ റിബ്ലായിൽ വെച്ച് വധിക്കുകയും ചെയ്തു. അങ്ങനെ യൂദാ തൻ്റെ മണ്ണിൽ നിന്ന് നാട് കടത്തപ്പെട്ടു. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യൂദാദേശത്ത് നിലനിർത്തിയിരുന്ന ശേഷിച്ച ജനത്തിനു മേൽ ഷാഫാന്റെ പുത്രനായ അഹിക്കാമിൻ്റെ പുത്രൻ ഗദാലിയായെ നിയമിച്ചു. ബാബിലോൺ രാജാവ് ഗദാലിയായെ ദേശാധിപതിയാക്കിയെന്ന് എല്ലാ സേനാപതികളും പൗരന്മാരും കേട്ടപ്പോൾ അവർ മിസ്പായിൽ ഗദാലിയായുടെ അടുത്ത് വന്നു. അവർ നെത്താനിയായുടെ മകൻ ഇസ്മായേൽ, കരയായുടെ മകൻ യോഹനാൻ, നെത്തോഫാത്തിനായ തൻഹൂമത്തിൻ്റെ മകൻ സെറായിയ, മഗാത്തുകാരൻ്റെ മകനായ യാസനിയ എന്നിവരും അവരുടെ ആളുകളുമായിരുന്നു. ഗദാലിയ അവരോടും അവരുടെ ആളുകളോടും ശപഥം ചെയ്തു പറഞ്ഞു, കൽദായ അധികാരികളെ, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് നന്മ വരാൻ നാട്ടിൽ താമസിച്ച് ബാബിലോൺ രാജാവിനെ സേവിക്കുവിൻ. എന്നാൽ 7-ാം മാസം രാജകുടുംബാംഗമായ ഏലീഷാമായുടെ പുത്രനായ നെത്താനിയായുടെ പുത്രൻ ഇസ്മായേൽ 10 പേരോടൊപ്പം ചെന്ന് ഗദാലിയായെ പ്രഹരിച്ചു. അവൻ മരിച്ചു. ഒപ്പം മിസ്പായിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന യഹൂദരും കൽദായരും. കൽദായരെ ഭയപ്പെട്ടതിനാൽ അപ്പോൾ ചെറിയവൻ മുതൽ വലിയവൻ വരെ എല്ലാ ജനങ്ങളും സേനാപതികളും എഴുന്നേറ്റ് ഈജിപ്തിലേക്ക് പോയി. യൂദാ രാജാവായ യെഹോയാക്കിൻ്റെ വിപ്രവാസത്തിൻ്റെ 37-ാം വർഷം എവിൽമെരോദാക്ക് ബാബിലോൺ രാജാവായി. അയാളുടെ ഭരണവർഷം 12-ാം മാസം 27-ാം ദിവസം യെഹോയാക്കിനെ മോചിപ്പിച്ചു. അയാൾ അവനോട് കാരുണ്യപൂർവ്വം സംസാരിക്കുകയും ബാബിലോണിൽ അയാളോടൊപ്പമുണ്ടായിരുന്ന രാജാക്കന്മാരുടെ ഇരിപ്പിടത്തെക്കാൾ ഉയർന്ന ഒരു ഇരിപ്പിടം അവന് നൽകുകയും ചെയ്തു. അങ്ങനെ അവൻ തൻ്റെ കാരാഗ്രഹ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് തൻ്റെ ജീവിതകാലം മുഴുവൻ പതിവായി അയാളുടെ സന്നിധിയിൽ ഭക്ഷണം കഴിച്ചു. ജീവിതകാലം മുഴുവൻ രാജാവിൽ നിന്ന് അവൻ്റെ ജീവനാംശം സ്ഥിരം ജീവനാംശമായി ദൈനംദിന ആവശ്യത്തിനായി അവന് നൽകപ്പെട്ടിരുന്നു. 2 ദിനവൃത്താന്തം അധ്യായം 36. യെഹോവാഹാസ്. ദേശത്തെ ജനം ജോസിയായുടെ പുത്രൻ യെഹോവാഹാസിനെ സ്വീകരിച്ച് അവൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് ജെറുസലേമിൽ രാജാവാക്കി. രാജാവായപ്പോൾ യെഹോവാഹാസിന് 23 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 3 മാസം ഭരിച്ചു. ഈജിപ്ത് രാജാവ് ജെറുസലേമിൽ വെച്ച് അവനെ സ്ഥാനഭ്രഷ്ടനാക്കി. അയാൾ 100 താലന്ത് വെള്ളിയും 1 താലന്ത് സ്വർണവും ദേശത്തിന് പിഴയിട്ടു. ഈജിപ്ത് രാജാവ് അവൻ്റെ സഹോദരൻ ഏലിയാക്കിമിനെ യൂദായുടെയും ജെറുസലേമിൻ്റെയും മേൽ രാജാവാക്കി. അവൻ്റെ പേര് യെഹോയാക്കിം എന്ന് മാറ്റി. നെക്കോ അവൻ്റെ സഹോദരൻ യെഹോവാഹാസിനെ പിടിച്ച് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. യെഹോയാക്കിം. രാജാവായപ്പോൾ യെഹോയാക്കിമിന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. തൻ്റെ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മയായത് അവൻ പ്രവർത്തിച്ചു. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ അവനെതിരെ കയറി വന്ന് അവനെ ബാബിലോണിലേക്ക് കൊണ്ടുപോകാൻ ചെമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു. കർത്താവിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലത് നെബൂഖദ്നേസർ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവനവ ബാബിലോണിലുള്ള തൻ്റെ കൊട്ടാരത്തിൽ നിക്ഷേപിച്ചു. യെഹോയാക്കിമിൻ്റെ പ്രവർത്തനങ്ങളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്ത മ്ലേച്ഛതകളും അവനെതിരെ കണ്ടെത്തിയതും ഇതാ ഇസ്രായേലിൻ്റെയും യൂദായുടെയും രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ പുത്രൻ യെഹോയാക്കിൻ അവൻ്റെ സ്ഥാനത്ത് രാജാവായി. യെഹോയാക്കിൻ. രാജാവായപ്പോൾ യെഹോയാക്കിന് 8 വയസ്സായിരുന്നു. അവൻ 3 മാസവും 10 ദിവസവും ജെറുസലേമിൽ ഭരിച്ചു. അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മയായത് പ്രവർത്തിച്ചു. ആ വർഷം വസന്തകാലത്ത് നെബൂഖദ്നേസർ രാജാവ് ആളയച്ചവനെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഒപ്പം കർത്താവിൻ്റെ ആലയത്തിലെ വിലപിടിപ്പുള്ള പാത്രങ്ങളും. അയാൾ അവൻ്റെ സഹോദരൻ സെദക്കിയായെ യൂദായുടെയും ജെറുസലേമിൻ്റെയും മേൽ രാജാവാക്കി. സെദക്കിയ. രാജാവായപ്പോൾ സെദക്കിയായ്ക്ക് 11 വയസ്സായിരുന്നു. 11 വർഷം അവൻ ജെറുസലേമിൽ ഭരിച്ചു. അവൻ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മയായത് പ്രവർത്തിച്ചു. കർത്താവിൻ്റെ അധരത്തിൽ നിന്നുള്ളത് അറിയിച്ച ജെറമിയ പ്രവാചകന്റെ മുമ്പിൽ അവൻ സ്വയം വിനീതനായില്ല. ജെറുസലേമിൻ്റെ പതനം. നെബൂഖദ്നേസർ രാജാവ് അവനെ ദൈവത്തെക്കൊണ്ട് ശപഥം ചെയ്യിച്ചിരുന്നെങ്കിലും അവൻ അയാളോട് മറുതലിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിലേക്ക് തിരിയാതെ അവൻ തൻ്റെ ഹൃദയം കഠിനമാക്കുകയും പിടലി കടുപ്പിക്കുകയും ചെയ്തു. കൂടാതെ എല്ലാ പുരോഹിത പ്രമുഖരും ജനവും ജനതകളുടെ സകല മ്ലേച്ഛതകളും അനുസരിച്ച് അത്യധികം അവിശ്വസ്തരായി ഭവിച്ചു. ജെറുസലേമിൽ പ്രതിഷ്ഠിച്ചിരുന്ന കർത്താവിൻ്റെ ആലയം അവർ അശുദ്ധമാക്കി.
അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അവരുടെ അടുത്തേക്ക് തൻ്റെ ദൂതന്മാരെ മുൻകൂട്ടിയും തുടർച്ചയായും അയച്ചിരുന്നു. കാരണം അവിടുന്ന് തൻ്റെ ജനത്തോടും തൻ്റെ വാസസ്ഥലത്തോടും അനുകമ്പാലുവായിരുന്നു. എന്നാൽ അവർ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിക്കുകയും അവിടുത്തെ വാക്കുകളെ പുച്ഛിക്കുകയും പ്രവാചകന്മാരെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിനാൽ ശമിപ്പിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ ക്രോധം ജനത്തിനെതിരെ ഉയർന്നു. കൽദായ രാജാവിനെ അവിടുന്ന് അവർക്കെതിരെ കൊണ്ടുവന്നു. അയാൾ അവരുടെ യുവാക്കളെ അവരുടെ വിശുദ്ധാലയത്തിൽ വെച്ച് വാളുകൊണ്ട് വധിച്ചു. ഏതെങ്കിലും യുവാവിനെയോ യുവതിയെയോ ശ്രേഷ്ഠനെയോ വൃദ്ധനെയോ അവൻ ഒഴിവാക്കിയില്ല. അവിടുന്ന് എല്ലാവരെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദേവാലയത്തിലെ ചെറുതും വലുതുമായ എല്ലാ പാത്രങ്ങളും, കർത്താവിൻ്റെ ആലയത്തിലെ നിക്ഷേപങ്ങളും, രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും നിക്ഷേപങ്ങളും, ഇങ്ങനെ സകലതും അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവർ ദേവാലയം കത്തിച്ചു, ജെറുസലേമിൻ്റെ മതിൽ ഇടിച്ചു തകർത്തു, അതിലെ എല്ലാ മന്ദിരങ്ങളും അഗ്നിക്കിരയാക്കി, അതിലെ വിലപിടിപ്പുള്ള എല്ലാ പാത്രങ്ങളും നശിപ്പിച്ചു. വാളിൽ നിന്ന് രക്ഷപ്പെട്ടവരെ അവൻ ബാബിലോണിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയി. പേർഷ്യ രാജ്യം ഭരണം ആരംഭിക്കുന്നതുവരെ അവർ അവനും അവൻ്റെ പുത്രന്മാർക്കും സേവകരായിരുന്നു. അങ്ങനെ ജെറമിയായുടെ അധരത്തിലൂടെയുള്ള കർത്താവിൻ്റെ വചനം പൂർത്തിയാകുന്നതിന് ദേശം അതിൻ്റെ സാപത്തുകാരുടെ കടം വീട്ടിത്തീരും വരെ 70 വർഷം പൂർത്തിയാകുന്നതുവരെ വിനാശത്തിൻ്റെ നാളുകളത്രയും ദേശം സാപത്താചരിച്ചു. സൈറസിൻ്റെ വിളംബരം. പേർഷ്യ രാജാവായ സൈറസിൻ്റെ 1-ാം വർഷം ജെറമിയായുടെ അധരത്തിലൂടെയുള്ള കർത്താവിൻ്റെ വചനം പൂർത്തിയാകേണ്ടതിന് കർത്താവ് പേർഷ്യ രാജാവായ സൈറസിൻ്റെ അരൂപിയെ ഉത്തേജിപ്പിച്ചു. തൻ്റെ രാജ്യം മുഴുവനിലും വിളംബരത്തിലൂടെയും കത്തിലൂടെയും ഇപ്രകാരം പ്രസിദ്ധപ്പെടുത്തി: പേർഷ്യ രാജാവായ സൈറസ് ഇങ്ങനെ കൽപ്പിക്കുന്നു: സ്വർഗത്തിൻ്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യൂദായിലെ ജെറുസലേമിൽ അവിടുത്തേക്ക് ഒരാലയം പണിയാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവൻ്റെ ദൈവമായ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, അവൻ അവിടേക്ക് യാത്രയാകട്ടെ. സുഭാഷിതങ്ങൾ അധ്യായം 9 വാക്യങ്ങൾ 1 മുതൽ 6 വരെ. ജ്ഞാനത്തിൻ്റെ ക്ഷണിതാക്കൾ. ജ്ഞാനം തൻ്റെ ഭവനം പണിതിരിക്കുന്നു, അതിൻ്റെ 7 തൂണുകൾ ചെത്തിയൊരുക്കിയിരിക്കുന്നു. അവൾ തൻ്റെ മൃഗത്തെ കൊന്ന് പാകം ചെയ്ത് വീഞ്ഞു കൂട്ടിക്കലർത്തി വിരുന്നുമേശ ഒരുക്കിയിരിക്കുന്നു. അവൾ തൻ്റെ ഭൃത്യകളെ അയച്ച് നഗരത്തിൻ്റെ ഉന്നത ശൃംഗങ്ങളിൽ നിന്ന് വിളിച്ചറിയിക്കുന്നു: സരളൻ ആരായാലും അവനിവിടേക്ക് തിരിയട്ടെ. ബുദ്ധിശൂന്യനായവനോട് അവൾ പറയുന്നു: നിങ്ങൾ വന്നെൻ്റെ അപ്പം ഭക്ഷിക്കുകയും ഞാൻ കൂട്ടിക്കലർത്തിയ വീഞ്ഞു കുടിക്കുകയും ചെയ്യുവിൻ. സരളത വെടിഞ്ഞ് ജീവിക്കുവിൻ, ഉൾക്കാഴ്ചയുടെ വഴിയിൽ പുരോഗമിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധേയമായ ഒരു വചനവായനയുടെ കാലഘട്ടം അവസാനിക്കുകയാണ്. അതായത് ഇസ്രായേൽ വിസ്മൃതിയിലേക്ക് മറയ്ക്കപ്പെടുകയും യൂദ ബാബിലോൺ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകപ്പെടുകയും ചെയ്യുന്നതുവരെയുള്ള ചരിത്രമാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും നമ്മൾ വായിച്ചത്. ഇവിടെ യൂദ ബാബിലോണിലേക്ക് നാട് കടത്തപ്പെടുന്നതിൻ്റെ തികച്ചും വേദനാജനകമായ ഒരു വായന നമ്മൾ പൂർത്തിയാക്കുമ്പോൾ പ്രവാസത്തിലേക്ക് ജനം നയിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചില അറിവുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സൂക്ഷിച്ചാൽ തുടർന്നുള്ള വായനകളെ അത് വളരെയേറെ സഹായിക്കും. യൂദാ ജനം ബാബിലോണിലേക്ക് നാട് കടത്തപ്പെട്ടത് കൃത്യമായി പറഞ്ഞാൽ 3 ഘട്ടങ്ങളിലായിട്ടാണ്. BC 605 ആദ്യത്തെ നാടുകടത്തൽ. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ അന്ന് യൂദായുടെ മേൽ ഭരണം നടത്തിയിരുന്ന യെഹോയാക്കിം രാജാവിനെ, ആ രാജാവിൻ്റെ കാലത്താണ് ആദ്യത്തെ നാടുകടത്തൽ. ദാനിയേലും ദാനിയേലിൻ്റെ കൂട്ടുകാരായ ശദ്രാക്കും മെഷേക്കും അബദനഗോയും ഒക്കെ നാടുകടത്തപ്പെടുന്നത് ഈ ആദ്യ ഘട്ടത്തിലാണ്, പ്രവാസത്തിൻ്റെ ഈ ആദ്യത്തെ ഘട്ടത്തിൽ. പ്രവാസത്തിലേക്ക് ജനം നയിക്കപ്പെട്ട 2ാമത്തെ ഫേസ് 597 BC-യിലായിരുന്നു. അന്ന് രാജാവായി ഭരിച്ചിരുന്നത് യെഹോയാക്കിൻ ആയിരുന്നു. ഈ കാലഘട്ടത്തിലാവണം പുരോഹിതനായ എസക്കിയേൽ ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടത്. 3ാമത്തെ പ്രവാസത്തിൻ്റെ ഘട്ടം, നാടുകടത്തപ്പെട്ട 3ാമത്തെ ഘട്ടം, അവസാനത്തെ ഘട്ടം BC 587 അന്ന് രാജാവ് സെദക്കിയ രാജാവാണ്. യൂദായിൽ അവശേഷിച്ചിരുന്നവരിൽ മഹാഭൂരിപക്ഷവും ഈ 3ാം പ്രവാസത്തിൻ്റെ ഘട്ടത്തിൽ നാടുകടത്തപ്പെടുന്നു. ഇങ്ങനെ BC 605 597 587 3 ഘട്ടങ്ങളിലായിട്ടാണ് ജനം ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടത്. ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക്, ആ വിദൂര കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി മനസ്സുകൊണ്ട് ഒന്ന് മടങ്ങിപ്പോകേണ്ടതുണ്ട്. ബാബിലോണിലെ ഊറിൽ വെച്ച്
ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത് കാലഗണന ഏകദേശം 2200 BC-യിലാണ്. അന്ന് ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനമായിരുന്നു, നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കുമായി കാനാൻ ദേശം അവകാശമായി ഞാൻ നിനക്ക് നൽകും. അബ്രഹാമിന് ദൈവം നൽകിയ ഈ വാഗ്ദാനം മോശയിലൂടെയും ജോഷുവയിലൂടെയും പൂർത്തീകരിക്കപ്പെട്ടെങ്കിലും കാനാൻ ദേശം സമ്പൂർണമായി ദാൻ മുതൽ ബർഷേബ വരെ സമ്പൂർണമായി കീഴടക്കപ്പെട്ട് ദൈവജനത്തിൻ്റെ അവകാശമായി മാറുന്നത് ദാവീദിൻ്റെ കാലത്താണ്. അതായത് BC ഏതാണ്ട് 1000 ആണ്ടിലേക്ക് അടുക്കുന്ന സമയത്ത്. അബ്രഹാമിന് നൽകിയ വാഗ്ദാനം നൽകപ്പെട്ടതിന് ഏതാണ്ട് 1000-1200 വർഷങ്ങൾക്ക് ശേഷമാണ് ദേശം സമ്പൂർണമായി കൈവശപ്പെടുത്തി ദൈവജനം അബ്രഹാമിന് നൽകപ്പെട്ട വാഗ്ദാനത്തിൻ്റെ അവകാശികളായി മാറുന്നത്. അങ്ങനെ ഏതാണ്ട് 1000-1200 വർഷങ്ങൾ കൊണ്ട് കൈവശപ്പെടുത്തിയ ഈ വാഗ്ദത്ത നാടിനെ ഏതാണ്ട് 500 വർഷങ്ങൾ കഴിയുമ്പോൾ തങ്ങളുടേതായ ദുർമാർഗങ്ങൾ കൊണ്ടും അവിശ്വസ്തത കൊണ്ടും ദൈവാശ്രയം നഷ്ടപ്പെടുത്തിയതുകൊണ്ടും ജനം കൈമോശം വരുത്തുന്നതിൻ്റെ, നഷ്ടപ്പെടുത്തി കളയുന്നതിൻ്റെ, അബ്രഹാമിന് നൽകിയ വാഗ്ദാനത്തെ അബ്രഹാമിൻ്റെ മക്കൾ സമ്പൂർണമായി നഷ്ടപ്പെടുത്തി കളയുന്നതിൻ്റെ വായനകളാണ് നമ്മൾ നടത്തിയത്. അവസാനത്തെ രാജാവ്, സാവൂൾ മുതൽ ആരംഭിക്കുന്ന ഇസ്രായേലിൻ്റെ രാജപരമ്പരയിലെ രാജവാഴ്ചയിലെ അവസാനത്തെ രാജാവ് സെദക്കിയായാണ്. ദാവീദിൻ്റെ സിംഹാസനത്തിലെ അവസാനത്തെ രാജാവ് സെദക്കിയായാണ്. ഈ സെദക്കിയ തൻ്റെ കുടുംബാംഗങ്ങളുമായി കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അവർ ജെറീക്കോ സമതലത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. നിങ്ങളിവിടെ കൃത്യമായി ഒരു കാഴ്ച കാണേണ്ടതുണ്ട്. ദൈവം ഇത്രയും നാൾ അത്ഭുതകരമായി പരിപാലിച്ചു കൊണ്ടുവന്ന ആ രക്ഷാകര വഴിയുടെ തിരിച്ചു നടക്കലാണ്. ആ വഴിയിലൂടെയുള്ള മടക്കയാത്രയാണ് ഇപ്പോൾ സെദക്കിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെദക്കിയായുടെ കണ്ണ് ചൂഴ്ന്നെടുക്കപ്പെടുന്നതും മക്കൾ കൊല്ലപ്പെടുന്നതും കുടുംബാംഗങ്ങൾ കൊല്ലപ്പെടുന്നതുമെല്ലാം എവിടെ വെച്ചാണ്? ജെറീക്കോയിൽ വെച്ചാണ്. എന്താണ് ജെറീക്കോയുടെ പ്രത്യേകത? ഈ ജെറീക്കോയിൽ നിന്നാണ് ദേശം കൈവശമാക്കുന്ന പ്രക്രിയ ആരംഭിച്ചത്. ഇതാ ഇവിടെ ദേശം കൈമോശം വരുന്ന പ്രക്രിയ അത് എത്തി നിൽക്കുന്നതും ഈ ജെറീക്കോയിലാണ്. ജെറീക്കോയിൽ വെച്ചാണ് ഈ രാജാവിൻ്റെ 2 കണ്ണുകളും ചൂഴ്ന്നെടുക്കപ്പെടുന്നത്. ദാവീദിൻ്റെ പുത്രനായ സെദക്കിയായുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട് അന്ധനായി ചങ്ങലയിടപ്പെട്ട അയാൾ നിർത്തപ്പെടുന്നത്, നിൽക്കേണ്ടി വന്നത് ജെറീക്കോയിലാണ്. മുന്നോട്ടുള്ള വായനയിലെ വെളിപ്പെടാൻ പോകുന്ന ചില പ്രകാശമേറിയ പൊരുളുകളിൽ ഒന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഈ ജെറീക്കോയിൽ വെച്ചാണ് ഈശോ അന്ധനായ ബർത്തിമേയോസിനെ സുഖപ്പെടുത്തുന്നത്. ഈ സംഭവം നിങ്ങളുടെ ഈ വായനായാത്രയിൽ മനസ്സിലൊന്ന് സൂക്ഷിച്ചു വച്ചേക്കുക. ദാവീദിൻ്റെ പുത്രനായ സെദക്കിയ 2 കണ്ണുകളും ചൂഴ്ന്നെടുക്കപ്പെട്ട് നിസ്സഹായനായി നിന്ന അതേ പോയിന്റിലാണ് ദാവീദിൻ്റെ യഥാർത്ഥ പുത്രൻ, ദൈവപുത്രനായ യേശു വന്നു നിൽക്കുന്ന ആ സമയത്ത് സെദക്കിയായുടെ അനന്തരാവകാശി എന്നവണ്ണം ബർത്തിമേയോസ് അന്ധനായി ജെറീക്കോയുടെ ഈ സമതലത്തിൽ നിൽക്കുന്നത്. ജീവിതത്തിൽ സെദക്കിയ കണ്ട അവസാനത്തെ കാഴ്ച തൻ്റെ മക്കൾ കൊല്ലപ്പെടുന്നതാണ്. ഒടുവിൽ അവർ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകപ്പെടുന്നു. അബ്രഹാമിൻ്റെ മക്കൾ ഓരോ അടിയും എടുത്തു വച്ച് ബാബിലോണിലേക്ക് പോകുന്ന ആ യാത്ര നോക്കുകയാണെങ്കിൽ ദൈവജനം വെക്കുന്ന ഓരോ സ്റ്റെപ്പും അബ്രഹാം വെച്ച ഓരോ സ്റ്റെപ്പിനും വിപരീത ദിശയിലായിരുന്നു. എന്താണ് ഇവിടുത്തെ വിഷയം? എവിടെ നിന്നാണ് അബ്രഹാം തൻ്റെ യാത്ര ആരംഭിച്ചത്? കൽദായരുടെ ഊറിൽ നിന്ന്. എവിടേക്കാണിപ്പോൾ ഈ ദൈവജനം നയിക്കപ്പെടുന്നത്? കൽദായരുടെ ഊറിലേക്ക്, ബാബിലോണിലേക്ക്. ഷീനാർ സമതലങ്ങളിലെ ഹാമിൻ്റെ കൊച്ചുമകനായിരുന്ന നിമ്രോദിൻ്റെ സാമ്രാജ്യമായ ബാബേലിലേക്ക്, അതായത് ദേശവും ഭാഷയും ജനവും ചിതറിക്കപ്പെട്ട ആ ബാബേൽ ഗോപുരത്തിൻ്റെ ചുവട്ടിലേക്ക്, ഉൽപ്പത്തി 11 യഹൂദൻ തിരിച്ചെത്തുകയാണ്. എത്ര വേദനാജനകമായ ഒരു കാഴ്ചയാണിത്. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാം യാത്ര ആരംഭിച്ച സ്ഥലത്തേക്ക് ഈ ജനമൊടുവിൽ തികച്ചും പരാജിതരായി തോറ്റു മടങ്ങിയെത്തുകയാണ്. 1800 വർഷങ്ങൾക്ക് ശേഷം അബ്രഹാം തുടങ്ങിയിടത്തേക്ക് യഹൂദൻ എത്തിച്ചേരുന്നു. ഇവിടെ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം, അല്ലെങ്കിൽ വായനക്കാരൻ്റെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികൾ പരാജയപ്പെട്ടോ? രാജാക്കന്മാരുടെ പുസ്തകവും ദിനവൃത്താന്ത പുസ്തകവും അവസാനിക്കുന്നത് ഒരു നിരാശയിലല്ല. പേർഷ്യ രാജാവായ സൈറസിൻ്റെ വിളംബരം ഈ വായനയിൽ നമ്മൾ വായിച്ചു. പ്രവാസത്തിൽ നിന്ന് 70 വർഷം കഴിയുമ്പോൾ അവർ മടങ്ങിപ്പോവും. ദൈവം എങ്ങനെയാണ് ഈ രക്ഷയുടെ ബാറ്റൺ ഇനി അടുത്ത ഒരു തലമുറയിലേക്ക് കൈമാറി
രക്ഷകനിലൂടെ ലോകം മുഴുവനെയും വീണ്ടെടുക്കാൻ പോകുന്നത് എന്ന ഉദ്വേഗജനകമായ വിസ്മയഭരിതമായ ഒരു വായനാ യാത്രയിലേക്ക് നമ്മൾ തുടരുമ്പോൾ കൃത്യമായി നമ്മൾ ഓർത്തിരിക്കണം, ദൈവത്തിൻ്റെ പദ്ധതികളൊന്നും തന്നെ ഈ നിരാശയുടെ നടുമുറ്റത്ത് നിസ്സഹായരായി നിൽക്കുന്ന ഈ ജനത്തിൻ്റെ കാഴ്ചകളിൽ നമ്മളെത്തി നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികളൊന്നും പരാജയപ്പെടുന്നില്ല. ബാബിലോൺ പ്രവാസത്തിലേക്ക് ജനം നയിക്കപ്പെട്ടതിൻ്റെ കൃത്യമായ 5 കാരണങ്ങൾ നമ്മുടെ വായനയിൽ നമ്മൾ കണ്ടെത്തിയിരുന്നു. 1. ദൈവത്തിലേക്ക് തിരിയാതെ പിടലി കടിപ്പിച്ച് കഠിനഹൃദയരായ ജനം. 2. പുരോഹിതരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ജനത്തിൻ്റെയും മ്ലേച്ഛതയും അവിശ്വസ്തതയും. 3. ദൈവത്തിന് പ്രതിഷ്ഠിതമായിരുന്ന ആലയം അവർ അശുദ്ധമാക്കിയത്. 4. മുൻകൂട്ടിയും തുടർച്ചയായും താക്കീതുകളുമായി തങ്ങളുടെ അടുത്തേക്ക് ദൈവം അയച്ച പ്രവാചകന്മാരെ പുച്ഛിച്ചത്, ദൈവവചനത്തെ പുച്ഛിച്ച് തള്ളിയത്, പ്രവാചകന്മാരെ പീഡിപ്പിച്ചത്, കൊന്നത്. 5. കൃത്യമായി വായിച്ചെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതാണ് ദേശത്തിൻ്റെ സാബത്ത് ലംഘനം. ഓരോ 7-ാം വർഷവും ദേശം ആചരിക്കണമെന്ന് ദൈവം കൽപ്പിച്ച സാബത്ത് ആചരിക്കാതെ അത്യാഗ്രഹം മൂത്ത് ജനം സാബത്ത് ലംഘിച്ച ഓരോ വർഷത്തിൻ്റെയും കണക്ക് കൂട്ടുമ്പോൾ അത് ഏതാണ്ട് 70 വർഷമായിരുന്നു. ആ 70 വർഷം ജനം നാടുകടത്തപ്പെട്ട് ബാബിലോണിലെത്തുകയും ദേശം ശൂന്യമായി കിടന്ന് സാബത്ത് ആചരിക്കുകയും ചെയ്യുന്നു. സാബത്ത് ലംഘനമാണ് 5-ാമത്തെ കാരണം. നമ്മുടെ ഈ രാജാക്കന്മാരുടെയും ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെയും വായന അവസാനിക്കുമ്പോൾ സൈറസിൻ്റെ വിളംബരം, പ്രതീക്ഷ നൽകുന്ന ആ വിളംബരം യഹൂദൻ്റെ മടക്കയാത്രയെക്കുറിച്ചുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ എഴുത്തുകൾ അവസാനിപ്പിക്കുന്നത്. നമ്മൾ ഇനി പ്രവാചക ഗ്രന്ഥങ്ങളിലേക്ക് നമ്മുടെ വായന കടക്കും. പ്രവാസത്തിൻ്റെ കാലത്തെ കൂടുതൽ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പ്രവചന ഗ്രന്ഥങ്ങളിലെ വായന നമ്മളെ സഹായിക്കുകയും ചെയ്യും. എനിക്ക് ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ, വായനക്കാരായി നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ ഇനി വായിക്കാൻ പോകുന്ന പ്രവചന ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നമുക്ക് ഒരുപക്ഷെ വായിക്കുമ്പോൾ മുൻപ് വായിച്ചപ്പോൾ വ്യക്തതയില്ലാതിരുന്ന ഭാഗങ്ങൾ ആയിരിക്കും. നമുക്കത് മനസ്സിലാക്കുന്നതിന് എളുപ്പത്തിനായിട്ടാണ് നമ്മൾ ചരിത്രം ആദ്യം മനസ്സിലാക്കിയിട്ട് ഇനി യെശയ്യാ പ്രവചനം, അതുപോലെ തന്നെ ജെറമിയായുടെ പ്രവചനം, എസെക്കിയേലിൻ്റെ പ്രവചനം, തോബിത്തിൻ്റെ പുസ്തകം, ദാനിയേലിൻ്റെ പുസ്തകം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കാൻ പോകുന്നത്. ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഈ ചരിത്രം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഈ രാജാക്കന്മാരുടെ ചരിത്രം, പ്രത്യേകിച്ച് യെശയ്യാ പ്രവചിച്ച രാജാക്കന്മാരുടെ ചരിത്രം, അതുപോലെ തന്നെ ജെറമിയ പ്രവചിച്ച ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ ചരിത്രം, ഇതെല്ലാം ഞാൻ നന്നായി വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ നിങ്ങൾ കൃത്യമായി നോട്ട് എഴുതി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കൽ കൂടി വായിക്കുന്നത് ഇനി നാളെ മുതലുള്ള വായനകൾക്ക് നമ്മളെ സഹായിക്കും. വളരെ അഭിഷേകം നിറഞ്ഞ വായനകളുടെ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, യെശയ്യായും ജെറമിയായുമൊക്കെ വായിക്കുമ്പോൾ എത്രമാത്രം ദൈവം നമ്മളെ നേരിട്ട് സ്പർശിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. നല്ല കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ദീർഘമായ രാജാക്കന്മാരുടെ ജീവിതത്തിലൂടെയുള്ള ആ ദീർഘമായ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ, ജനം പ്രവാസത്തിലേക്ക് പോകുമ്പോൾ, ദൈവമായ കർത്താവ്, ഈ സമയത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നത് ഞങ്ങൾക്ക് ഇത്തരം തിരിച്ചറിവുകൾ അങ്ങ് നൽകുന്നല്ലോ എന്നോർത്താണ്. ഇത് ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻമാതൃകകളാണ്, ഞങ്ങളുടെ ജീവിതത്തിന് നൽകപ്പെടുന്ന പാഠങ്ങളാണ്, ഞങ്ങൾക്കുണ്ടാകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന തിരിച്ചറിവുകളാണ്. അതിനൊന്നും നിസ്സാരമായി കാണാൻ ഞങ്ങൾക്കിടയാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതം എന്നും അങ്ങയെ നോക്കി യാത്ര ചെയ്യാൻ ബൈബിളിൻ്റെ അടിസ്ഥാന പ്രമേയമായ പരിപൂർണമായ ട്രസ്റ്റ് ഞങ്ങൾക്ക് അങ്ങയോടുണ്ടാവാൻ, ഞങ്ങൾ അങ്ങനെ ദേശം ഞങ്ങൾക്ക് നൽകുന്ന വിശ്രമം ആസ്വദിക്കാൻ, ഞങ്ങൾ ആരാധിക്കുന്നവരായി മാറാൻ ട്രസ്റ്റും റെസ്റ്റും വർഷിപ്പും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രവചന ഗ്രന്ഥങ്ങളിലേക്ക് ഞങ്ങളുടെ വായന കടക്കുമ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുകയും ചെയ്യണമേ. ഈ വചന വായന കർത്താവെ 191 ദിവസങ്ങൾ ഇന്ന് പൂർത്തിയാക്കുമ്പോൾ ഞങ്ങൾ 200-ാമത്തെ ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ, ദൈവമായ കർത്താവെ, ഇത്രയും ദിവസം അങ്ങയുടെ വചനത്തിലൂടെ ഇടപെടുന്ന അങ്ങയുടെ സ്വരം കേൾക്കാൻ കാത് തുറന്ന് തന്ന സമയം ചെലവഴിച്ച കർത്താവെ, ഒത്തിരി ജീവിതത്തിൻ്റെ തിരക്കുകളുടെ നടുവിൽ ഈ വചന വായനയ്ക്കായി അല്പസമയം മാറ്റിവെച്ച അങ്ങയുടെ മക്കളെ അങ്ങ് എത്രയോ വാത്സല്യത്തോടെ കാണുന്നുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള അനുഭവങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും അങ്ങ് ഈ മക്കളുടെ വഴികളിൽ കൊടുക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു.
കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷകരമായ മറ്റൊരു യാത്ര നാളെ മുതൽ ആരംഭിക്കും. നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തുടരെയുള്ള ദീർഘമായ യാത്രകളുടെ നടുവിലാണ് ഞാൻ ഓരോ പ്രഭാതത്തിലും ഈ വചനം നിങ്ങൾക്ക് വേണ്ടി വായിച്ച് റെക്കോർഡ് ചെയ്യുന്നത്. അത് തീർച്ചയായും ദൈവകൃപയിൽ മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ്. ശബ്ദം നഷ്ടപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ മുടക്കം വരാതിരിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയേലച്ചൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ ദൈവവചനത്തിൻ്റെ വാഹകരായും യേശുവിനെ പങ്കുവെക്കുന്നവരായും നല്ലൊരു ദിവസം ആഘോഷമാക്കി നമുക്ക് ജീവിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.